ഈ ഭവനാന്തരീക്ഷത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയും കോമ്പസ് മിനിസ്ട്രിയും ചേർന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സുവിശേഷ മഹായോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യമായി കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. ഒരല്പസമയം എൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് എന്നെ അയച്ചവനെ കുറിച്ച് എനിക്ക് ഒത്തിരി പങ്കുവയ്ക്കാനുണ്ട്. എൻ്റെ സാക്ഷ്യം ധാരാളമായിട്ട് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. സാക്ഷ്യം കൂടി ഇതിനോട് കണക്ട് ചെയ്ത് പറയണമെങ്കിൽ ഒത്തിരി സമയം വേണം. നമ്മുടെ മുമ്പിൽ അധികം സമയമില്ലാത്തത് കൊണ്ട് ഈ ദേശത്തിന് ആവശ്യമായ ഒരു സ്വർഗീയ ദൂത് കൂടി നൽകാനുണ്ടല്ലോ. റോമൻ കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹമായ കപ്പൂച്ചിൻ സഭ, ഈ സഭയിൽ 22 വർഷത്തോളം ഞാൻ ഉണ്ടായിരുന്നു. അതിൽ 9 വർഷം കപ്പൂച്ചിൻ മിഷൻ ധ്യാനത്തിൻ്റെ പുരോഹിതനായിരുന്നു കൊണ്ട് റിട്രീറ്റിൻ്റെ ധ്യാന ഗുരുവായി ഞാൻ പ്രവർത്തിച്ചു. കഴിഞ്ഞ 2000-ൽ എൻ്റെ കർത്താവിനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റി. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. ചേർന്നൊരു ആമേൻ പറയാം. ആമേൻ. യു ചോസ് മീ നോട്ട് ബട്ട് ഐ ചൂസ് യു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുക. നമ്മൾ കർത്താവിനെ തിരഞ്ഞെടുത്താൽ നമ്മുടെ തോന്നിവാസം ചെയ്യും. എന്നാൽ കർത്താവ് നമ്മൾ തിരഞ്ഞെടുത്താൽ അവിടുത്തെ ഹിതമല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. ഈ തിരഞ്ഞെടുപ്പ് വന്നത് എഫെസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. എപ്പോഴാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത്? എഫെസ് ലേഖനം 1:4. നാം തന്റെ സന്നദ്ധയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ചേർന്ന് രാമയും പറയാം. എന്തിനാ തിരഞ്ഞെടുത്തതെന്ന്? ലോകസ്ഥാപനത്തിനും, അതായത് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്നതിന് മുമ്പ്, മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ഒരു പ്ലാൻ വരുന്നതിന് മുമ്പ് ആ ഇലക്ഷൻ നടന്നു കഴിഞ്ഞു. സ്തോത്രം. എന്തിനാണെന്നറിയാമോ? വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കേ, ഒന്ന് നോക്കിയിട്ട് ചോദിരും, വിശുദ്ധനും നിഷ്കളങ്കരും ആണോ എന്ന് ചോദിരും. ആ ഇരിപ്പ് കണ്ടിട്ട് അത്ര വെറുതെ ഇവിടെ ഇരുന്ന് ജീവിച്ച് മരിക്കാനുള്ളതല്ല. വിശുദ്ധനും നിഷ്കളങ്കനുമായിരിക്കണം, എങ്കിലേ എടുക്കപ്പെടുകയുള്ളൂ. രണ്ടാമത്തെ വരവിൻ്റെ ലാസ്റ്റ് അവറിലാണ് നമ്മൾ ഇരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരങ്ങൾ കൊടുത്തിട്ട് മുറുക്കി പിടിച്ച് ഇങ്ങനെയൊക്കെ എൻ്റെ കൂടെ ഇരുന്നാൽ മതിയാ, സ്വർഗത്ത് പോകേണ്ടെന്ന് ചോദിക്കും. ആ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. അങ്ങനെയെങ്കിൽ നമ്മളുടെ മേൽ അധികാരം നമ്മളെ തിരഞ്ഞെടുത്ത കർത്താവ് യേശുവിനാണ്. ചേർന്നൊരു ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറയാ. ഹല്ലേലൂയ. അപ്പം നമ്മളുടെ മേലെ അധികാരം, അവകാശം കർത്താവ് യേശു ക്രിസ്തുവിനാണ്. ഒരു ധ്യാനഗുരു എന്നുള്ള നിലയിൽ കേരളത്തിനകത്തും പുറത്തും, ഇന്ത്യക്കകത്തും പുറത്തും പള്ളിയിലെ രൂപതകളിൽ ധ്യാനിപ്പിക്കാൻ പോവുക പതിവാണ്. തുരുത്തിപ്പുറത്തും ഞാൻ ധ്യാനിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. സ്തോത്രം. ആ പള്ളിയിൽ വരുമ്പോൾ ഒരു സംഭവം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അവിടെ അറിയപ്പെടുന്ന ഒരു മദ്യപാനി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭവനങ്ങൾ സന്ദർശിച്ചുള്ള ധ്യാനമാണ്. അങ്ങനെ ഭവനം സന്ദർശിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഈ മദ്യപാനിയുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ, അവൻ ഒരു ഇത്രയും നീളമുള്ള ഒരു കത്തിയും
കെട്ടിത്തൂക്കാനായിട്ടുള്ള ഒരു ചരടും ഒരു കയറും ഒക്കെ എടുത്ത് അവന് വീട്ടിലിരിക്കുകയാണ്. എന്തിനാണെന്നറിയാം? ഇവൻ്റെ ഭാര്യയെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കാം. അപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പലരും പറഞ്ഞു, അച്ഛൻ അങ്ങോട്ട് പോകരുത്, അവൻ ആൾ ഡേഞ്ചറാണ്. ഞാൻ പറഞ്ഞു, അത് സാരമൊന്നുമില്ല, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ആരും എൻ്റെ കൂടെ വന്നില്ല, ഭയന്നിട്ട് ഞാൻ ചെന്ന്. അപ്പോൾ ഞാൻ ചെന്ന് അവനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അന്ന് വൈകുന്നേരം അവൻ ധ്യാനത്തിന് വന്നു. ധ്യാനത്തിന് വന്നതിന് ശേഷം ഇവൻ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് ഇരുന്നു. അപ്പോൾ ആൾക്കാർക്കെല്ലാം ഭയങ്കര അത്ഭുതമായി. അപ്പോഴങ്ങനെ കുറേ നാളത്തേക്ക് അവൻ മദ്യം കഴിച്ചില്ല. പിന്നീട് എന്തായെന്ന് ഒരു ഫോളോ അപ്പിന് പോലും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് എന്ത് സംഭവിച്ചെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു ഈ ദേശത്ത് വന്നപ്പോൾ. സ്തോത്രം. ഈ ധ്യാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിരുന്നത് പെന്തക്കോ സഭകളെയാണ്. എങ്ങനെയാണ് എനിക്ക് ആ ഒരു പ്രേരണ കിട്ടിയത് എന്ന് നമുക്കൊരു മറ്റൊരു സാക്ഷ്യത്തിലേക്ക് പോകാം. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ എന്ത് ചെയ്യുന്നു? ഉളവാക്കുന്നു. നമുക്ക് വിശുദ്ധ പൗലോസിൻ്റെ സാക്ഷ്യത്തിലേക്ക് ഒന്ന് അല്പം കണ്ണോടിച്ചിട്ട് വരാം. ഫിലിപ്പിയർ ലേഖനം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 5 to 16. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നത് കൂടാതെ ഇനി ആരെങ്കിലും അനുകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു സബ്ബായിട്ട് ഒരു സെക്കൻഡ് ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, ഈ വിശുദ്ധ പൗലോസാണ്. കാരണം ഈ വിശുദ്ധ പൗലോസ് മാത്രമേ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ നെഞ്ചും നെറ്റിയും കാണിച്ചു കൊടുത്തുകൊണ്ട് തൻ്റെ ഇടത്തോടെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. അത് 1 കൊരിന്ത്യർ 11:1, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളായിരിക്കുമെൻ, കോപ്പി മീ ആസ് ഐ കോപ്പിഡ് ജീസസ് എന്ന് വിശുദ്ധ പൗലോസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒരൊറ്റ വിശുദ്ധനും പറഞ്ഞിട്ടില്ല. കാരണം വിശുദ്ധ പൗലോസ് ശുഷ്കാന്തി സംബന്ധിച്ച സഭയെ ഉപദ്രവിച്ചവനാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ആയിരിക്കുന്നത് പോലെ ഒപ്പിയെടുത്ത് വിശുദ്ധ ജീവിതം നയിച്ച പൗലോസ്, ആ പൗലോസ് 12 ജ്ഞാനികളിൽ ഒരു ജ്ഞാനിയാണ് വിശുദ്ധ പൗലോസ്. 12 ജ്ഞാനികളെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അതിൽ ഒരു ജ്ഞാനിയാണ് വിശുദ്ധ പൗലോസ്. ആ പൗലോസ് പറയാണ്, ഞാൻ യേശുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളായിരിക്കും. ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനി, നിന്നോടുള്ള നമ്മളോടുള്ള പൗലോസിൻ്റെ വെല്ലുവിളിയാണ്. എത്ര വ്യക്തികൾക്ക് ഈ ദേശത്തോട് തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയാൻ പറയും, ഞാൻ കർത്താവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങളും എന്നെ അനുകരിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇത്തിരി പൊളിക്കും. സാധ്യമല്ല. കാരണം ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കർത്താവിന് വേദന കൊടുക്കുന്ന, കർത്താവിനെ കണ്ണീര് കുടിപ്പിക്കുന്നത് വിജാതിയരല്ല, സ്വജാതി എന്ന് പറയുന്ന ക്രിസ്ത്യാനി തന്നെയാണ്. സ്തോത്രം. ഇപ്പോൾ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞല്ലോ. ഇനി എത്ര കോടിയുടെ മദ്യം വിറ്റെന്ന് അടുത്ത ആഴ്ച അറിയാൻ പറ്റും. ആരുടെ പേരില? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ. ക്രിസ്ത്യാനിക്കൊരു ഗുണമുണ്ട്, ജയിച്ചാലും കുടിക്കും, മരിച്ചാലും കുടിക്കും. അതാണ് ക്രിസ്ത്യാനിയുടെ പാരമ്പര്യം. ക്രിസ്ത്യാനിയുടെ ധാരണ കർത്താവ് യേശു ക്രിസ്തു ജനിച്ചത് അവനെ വെള്ളമടിച്ച് പൂക്കുറ്റി പോലെ തിത്തരിയുടെ എന്നും പറയും കടത്താണ്. എൻ്റെ ക്രിസ്ത്യാനി, കർത്താവ് യേശു ക്രിസ്തു ജനിച്ചത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്ര. എന്താ ആ പ്രവൃത്തി? നിനക്ക് മദ്യം തന്ന് നിന്നെയും നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്നത് വേറെ ആരുമല്ല, ഈ ദുഷ്ടശക്തിയാണ്. സ്തോത്രം. അപ്പോൾ ആ പിശാചിന്റെ പ്രവൃത്തി അഴിക്കാൻ കർത്താവ് ജനിച്ചപ്പോൾ ആ കർത്താവിൻ്റെ പേരും പറഞ്ഞ് നീ വെള്ളമൊഴിച്ച് പൂക്കുറ്റിയായി നിന്റെ ഭാര്യയുടെ പുറത്ത് കയറിയിരുന്ന് തവല വായിക്കണം. സ്തോത്രം. എത്രയോ കുടുംബങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ഇനി വരാൻ അധികം സമയമില്ല. സ്തോത്രം. ഒന്നാമത്തെ ആഘോഷം തീർന്നില്ല, രണ്ടാമത്തെ വരവിനാണ് കാത്തിരിക്കേണ്ടത്. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. സ്തോത്രം. ആ വിശുദ്ധന്റെ സാക്ഷ്യമാണ്. അതുകൊണ്ട് സ്തോത്രം. വിശുദ്ധ പൗലോസ് പറയാണ്, ഞാൻ യേശുവിനെ അനുകരിച്ച പോലെ നിങ്ങളും എൻ്റെ അനുകാരികളായിരിക്കുവേൻ. നമ്മൾ ആരാണെന്ന്
നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കരങ്ങൾ കൊടുക്കാം. ഒന്ന് കരങ്ങൾ കൊടുത്തേ. ഞാൻ ഈ ഇടക്കിടയ്ക്ക് കരങ്ങൾ കൊടുക്കാൻ പറയുന്നതിൻ്റെ കാരണം കൂടി മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാൻ. അടുത്തിരിക്കുന്ന ആൾക്ക് ജീവനുണ്ടോന്ന് അറിയാൻ വേണ്ടിയാണ്. കാരണം ഇത് എപ്പോഴാണ് ഓഫായി പോകണമെന്ന് അറിയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരങ്ങൾ കൊടുത്താൽ, കരങ്ങൾ കൊടുത്തിട്ട് പറ, നീ വെറും കാർബൺ കോപ്പിയാണെന്ന് പറ. അങ്ങനെയെങ്കിലും ആ അഹങ്കാരം ഒന്ന് തീരട്ടെ. അല്ലേ ലൂയ. വെറും കാർബൺ കോപ്പിയാണ്, അകത്തൊന്നുമില്ല, പുറമേ ഉള്ള മോടി മാത്രമേ ഉള്ളൂ. സ്തോത്രം. ആ വിശുദ്ധന്റെ സാക്ഷ്യമാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനി ഒരു ദിവസം കുറഞ്ഞ പക്ഷെ ഒരു 5 നേരമെങ്കിൽ ഈ വചനഭാഗം നീ ഒന്ന് ഭക്ഷിക്കണം. ഭക്ഷിച്ചാൽ നിന്റെ അഹങ്കാരത്തിന്റെ കൊമ്പും പാലും എല്ലാം ഒടിഞ്ഞു പറഞ്ഞു താഴെ വീഴും. അതുപോലെയാണ് വിശുദ്ധന്റെ സാക്ഷി അവിടെ. സ്തോത്രം. ആ സാക്ഷി ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, 8-ാം നാളിൽ പരിച്ഛേദനമേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, യഹൂദ മതത്തിൽ ഒരു ആൺകുഞ്ഞ് പിറന്നാൽ അവന്റെ യഹൂദന്റെ നിയമപ്രകാരം 8-ാം നാളിൽ ആ കുഞ്ഞിനെ പരിച്ഛേദന ചെയ്യണം. 8-ാം നാളിൽ പരിച്ഛേദനമേറ്റ് യഹൂദ മതത്തിൽ വളർത്തപ്പെട്ട മത തീവ്രവാദിയാണ് വിശുദ്ധ പൗലോസ. കാണേണ്ടവനെ കണ്ടപ്പോൾ, അറിയേണ്ടവനെ അറിഞ്ഞപ്പോൾ, കർത്താവ് യേശുവിൻ്റെ സ്പർശനമേറ്റപ്പോൾ വിശുദ്ധ പൗലോസിന്റെ ആന്തരിക കണ്ണു തുറന്നു കിട്ടേ കണ്ണിൽ നിന്നും ചെതുമ്പൽ പോലെ ഒരു സാധനം പോയി. പൗലോസ് എന്താ ചെയ്യുന്നറിയാവോ? സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്നൊരു ഹല്ലേലൂയ പറ. അങ്ങോട്ടും ഇങ്ങോട്ടും കരങ്ങൾ കൊടുത്തേ. എന്നെ ആരെങ്കിലും വീട്ടിൽ കേൾക്കുന്നുണ്ടെങ്കിൽ കരങ്ങൾ കൊടുത്തോ, എന്നിട്ട് പറ, ശിശുസ്നാനം പാവമാണെന്ന് പറ. ശിശുക്കളെയല്ല സ്നാനപ്പെടുത്തേണ്ടതാ, വിശ്വസിക്കുന്നവരെ വേണം സ്നാനപ്പെടുത്താൻ. യഹൂദ മതത്തിൽ 8-ാം നാളിൽ പരിച്ഛേദനമേറ്റവന് എന്തിനാണ് ക്രിസ്തുവിനെ കണ്ടതിന് ശേഷം 3-ാം നാളിൽ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്നത്? അത് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയോ? ആദിമസഭയിൽ അത് ചെയ്തിരുന്നു. ശിശുസ്നാനം വരുന്നത് 1311 റാവന്ന സൂനകദോസിൽ വെച്ചാണ് കൽപ്പന വരുന്നത്, ശിശുക്കളെ സ്നാനപ്പെടുത്തണമെന്ന്. ആ കൽപ്പന ഇന്നും ലൈവായിട്ട് പോവുകയാണ്. കാരണം എന്താണെന്ന് അറിയാവോ? ഈ കണ്ണിലെ ചെതമ്പൽ ഇതുവരെ മാറിയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിട്ട് പറ, ചെതമ്പിലൊക്കെ മാറിയാൻ നോക്ക്. സ്നാനം സത്യമാണെന്ന് നല്ലൊരു ശതമാനം പുരോഹിതന്മാർക്ക് അറിയാം, എനിക്കറിയാം. പക്ഷെ അവരത് പരസ്യമായിട്ട് പറയാൻ അവർ പേടിയാ, മനുഷ്യ ഭയമാവുന്ന കെണി. കർത്താവിന്റെ അന്ത്യകൽപ്പനയാണ് സ്നാനം എന്നറിയാം. സ്തോത്രം. അങ്ങനെ 8-ാം നാളിൽ പരിച്ഛേദനമേറ്റവൻ 3-ാം നാളിൽ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് വീണ്ടും തൻ്റെ സാക്ഷ്യം പറയുകയാണ്. ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രാഹിം ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. സ്തോത്രം. നേരത്തെ പറഞ്ഞതെല്ലാം പൗലോസിന് ലാഭകരമായ കാര്യമായിരുന്നു. ഇനിയും ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചുകൊണ്ടെന്ന് പറഞ്ഞ ശേഷം ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ചാണ് എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. സ്തോത്രം. ഇതാണ് അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയുമ്പോഴുണ്ടല്ല, ആ അറിവിൽ നിന്ന് നമ്മളെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നതിന് എല്ലാത്തിനെയും വിട്ടിട്ടിറങ്ങും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറ, വിട്ടിറങ്ങണമെന്ന് പറ. സ്തോത്രം. ആരെ വിടണമെന്നാണ്? കുടുംബക്കാരെ അല്ല. സ്തോത്രം. കുടുംബ ബന്ധങ്ങളെയല്ല, നിന്നെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന സകല ദുരാചാരങ്ങളും വിട്ടിറങ്ങണം. അങ്ങനെ ഇറങ്ങിയവനാണ് വിശുദ്ധ പൗലോസ്. സ്തോത്രം. എന്നിട്ട് ഞാൻ ആ ഒരു വിശുദ്ധൻ്റെ ആ ഒരു വാക്കെടുക്കുകയാണ് ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ച. ഈ വിശുദ്ധ പൗലോസിന് ഈ ശുഷ്കാന്തി എവിടെ നിന്ന് കിട്ടിയെന്ന് ഗലാത്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. നമുക്കത് ഒന്ന് കണ്ടിട്ട് മുന്നോട്ട് വരാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 1, ഗലാത്യ ലേഖനം 1-ാം അധ്യായം, അതിൻ്റെ 13-14 വാക്യങ്ങൾ. യഹൂദ മതത്തിലെ എൻ്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും. അപ്പൊ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ച് എവിടുന്നാണ് ഈ ശുഷ്കാന്തി കിട്ടിയെന്ന് വിശുദ്ധ പൗലോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് വിശുദ്ധ പൗലോസ് കർത്താവിന്റെ സഭയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യാനികളെ, ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ അനുകാരികളെ വെറുതെ ഓടിച്ചിട്ട് തല്ലിയല്ലായിരുന്നു, ഓടിച്ചിട്ട് കൊല്ലുമായിരുന്നു. പൈശാച ശക്തി എവിടുന്ന് കിട്ടിയെന്ന് വിശുദ്ധൻ പറയുകയാണ്. ഗലാത്യ ലേഖനം 1-ന്റെ
13 മുതലുള്ള വാക്യത്തിൽ ആണ് ആ സാക്ഷ്യം പറയുന്നത്. വായിച്ചു. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. സ്തോത്രം. അപ്പോൾ പിതൃപാരമ്പര്യത്തിൽ നിന്നാണ് ഈ ശുഷ്കാന്തി കിട്ടിയത്. ഇന്നും ഇതേപോലെ കർത്താവിന്റെ മക്കളെ ഉപദ്രവിക്കുന്ന വ്യക്തികളുണ്ട്. നാം ആയിരിക്കുന്ന പ്രസ്ഥാനം മാത്രമാണ് സത്യം. അതിൽ നിന്ന് വ്യത്യസ്തമായ ആരെങ്കിലും പഠിപ്പിക്കാൻ വന്ന അവനെ ഓടിച്ചിട്ട് തല്ലിക്കൊടാന്നാണ്. കുടുംബത്തിലിട്ടടിക്കും, ദേശത്തിട്ട് ഉപദ്രവിക്കും. ആരെയാണെന്നറിയാവോ? സ്തോത്രം. ഈ പുസ്തകവുമായിട്ട് പെന്തക്കോസ് അനുഭവത്തിൽ വന്ന ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന വ്യക്തികളെയാണ്. എന്താണ് നിന്റെ സഹോദരനും സഹോദരിയും ചെയ്തത്? കർത്താവായ യേശുക്രിസ്തുവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഈ പുസ്തകം അനുസരിച്ചു എന്നല്ല, ഒറ്റ തെറ്റല്ലേ അവർ ചെയ്തുള്ളൂ. ആ ശുഷ്കാന്തി ഇന്ന് നിലനിൽക്കുകയാണ്. ദൈവമക്കളെ ഉപദ്രവിക്കണം. അങ്ങനെ ഉപദ്രവിക്കാൻ പഠിപ്പിക്കുന്ന അച്ഛന്മാരുണ്ടോ? എനിക്കറിയാം. ഞാനും അതുപോലെ പഠിപ്പിച്ചൊരു വ്യക്തിയായിരുന്നു. ശുഷ്കാന്തി സംബന്ധിച്ച് എവിടുന്നാ കിട്ടിയ ഈ എരിവ്? ഈ പിതൃപാരമ്പര്യത്തിൽ നിന്നാ കിട്ടിയത്. സ്തോത്രം. വേറെ ആരുമല്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ചിന്തിച്ചു നോക്ക്. കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ അനുഭവത്തിൽ വന്ന് ഒറ്റ കാരണത്താൽ നിങ്ങളെ മാറ്റി നിർത്തില്ലേ? നിങ്ങളോട് മിണ്ടത്തില്ലല്ലോ. വെറുപ്പാണ്. വേറെ എന്ത് ചെയ്താലും അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ കറുത്ത പുസ്തകം മാത്രം എടുക്കരുത്. ആ വെറുപ്പ് ഇന്ന് നിൽക്കുകയാണ്. കർത്താവ് രണ്ടാമത് വരാൻ ഇനി അധികം നിമിഷം പോലും ഇല്ല. എന്നിട്ട് ഈ ബന്ധനം അഴിഞ്ഞിട്ടില്ല. അത് അഴിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ദുരാത്മശക്തിയായ പൈശാചിക ശക്തിയുടെ പ്രവൃത്തിയാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറയാ. യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനം അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഈ വിശുദ്ധ പൗലോസ് താൻ പറയുന്നുണ്ട്, എങ്ങനെ താൻ കർത്താവിൻ്റെ സഭയെ ഉപദ്രവിച്ച് വരുമ്പോഴും തൻ്റെ ജനനം മൂലെ തന്നെ വിളിച്ചു വേർതിരിച്ചവനെന്ന്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ ആ തെരഞ്ഞെടുപ്പെന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്തോത്രം. ഈ വിശുദ്ധ പൗലോസിനെ പോലെ ഞാനും സഭയെ ഉപദ്രവിച്ചത് ഈ കറുത്ത പുസ്തകമായിട്ട്. ആര് വീട്ടിൽ വരുന്നോ അവനെ വീട്ടിൽ കയറ്റരുത്. അതായത് പാസ്റ്റർമാരെ വീട്ടിൽ കയറ്റരുത്. പെന്തക്കോസ്തക്കാർ സംഘടിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ പോയാൽ സഭയെന്ന് പുറത്താക്കും. അടുത്തതായിട്ട് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവരമ്മയില്ലാത്ത മക്കളാ. 5 മിനിറ്റ് നീ അവനുമായിട്ട് മിണ്ടിയാൽ 6ാമത്തെ മിനിറ്റിന് അവൻ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോകും. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ സഭയെ ഉപദ്രവിച്ചിരുന്നത്. എവിടെയെല്ലാം പോയിട്ടുണ്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് പെന്തക്കോസ്ത് സഭകളെയാണ്. സ്തോത്രം. ഒരു ട്രിവാൻഡ്രത്തെ വലിയതുറ എന്ന് പറയുന്ന പള്ളിയിൽ 4 പ്രാവശ്യം ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യവും ഞാൻ ഇതുങ്ങളെ ഉപദ്രവിക്കുകയായിരുന്നു. അവിടെ OLG നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതോടെ വേളങ്കണ്ണി മാതാവിൻ്റെ കുരിശടിയാണ്. അവിടുത്തെ തിരുനാളിനാണ് എന്നെ വിളിക്കുന്നത്. അവിടെ നിന്ന് അന്ന് 3500 കുടുംബങ്ങളാണ്. 3500 കുടുംബങ്ങൾക്കെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ മണൽപ്പുറത്ത് മണ്ണ് കിടക്കുന്ന പോലെ, ഇതേപോലെ സെക്കൻഡ് ഷോയ്ക്ക് ആളിരിക്കുന്ന പോലെയല്ല. അത് ഇങ്ങനെ മീൻ പോലെ ഇങ്ങനെ വന്നിരിക്കും പള്ളിയുടെ ഫ്രണ്ടിൽ, മണൽ കടലോരത്ത്. സ്തോത്രം. ഈ പ്രത്യേകിച്ച് ഞാനാണെന്ന് അറിയുമ്പോൾ അവിടുത്തെ യുവാക്കൾക്ക് ഭയങ്കര ഹരമാണ്. ഒരു പ്രത്യേക ഒരു വൈബാണ്. 4ാം പ്രാവശ്യം ഞാൻ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ രാത്രി ധ്യാനം കഴിഞ്ഞ് തൊട്ടടുത്ത് കപ്പുച്ചിനാശ്രമമുണ്ട്, വലിയതുറ. അവിടെ ഞാൻ വിശ്രമിക്കാനായിട്ട് പോകുന്ന സമയത്ത് 2 യുവാക്കൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ 3 വർഷം അച്ഛൻ ഇവിടെ വന്ന് ഞങ്ങളെ കീറി, പെന്തക്കോസ്തക്കാരെ കീറി. 4ാം പ്രാവശ്യം അച്ഛൻ വന്ന് കീറി. അച്ഛൻ്റെ ഒടുക്കത്തെ കീറലായിരിക്കും. ഞാൻ ചോദിച്ചാൽ അച്ഛൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും, ഉപവസിച്ച് പ്രാർത്ഥിക്കും. അച്ഛൻ ഒരു കറ തീർന്ന പെന്തക്കോസ്ത് അച്ഛനാവും. ഞാൻ അവരെ വെല്ലുവിളിച്ച് എങ്ങനെയാണെന്ന് അറിയാം. ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ ഏതെങ്കിലും ഒരു പുരോഹിതൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും വരാം. കർത്താവ് എൻ്റെ വെല്ലുവിളി ഏറ്റെടുത്ത്
2000 സെപ്റ്റംബർ 9 എൻ്റെ കർത്താവ് എൻ്റെ കണ്ണു തുറന്നു തന്നു. എൻ്റെ ബന്ധനം കർത്താവ് അഴിച്ചു. ഞാൻ ഏത് കൂട്ടായ്മയെ ഞാൻ പീഡിപ്പിച്ചോ അതിൻ്റെ നടുവിൽ കർത്താവ് എന്നെ നിർത്തി. 2000 മുതൽ ഈ 2024 വരെ 25 കടന്നു. ഈ മാറ്റമില്ലാത്ത തിരുവചന സത്യം, ഈ ദീപശിഖ, പരിശുദ്ധാത്മാവ് ദൈവം എന്നെ പിടിപ്പിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ ഇതിൻ്റെ അകത്ത് ഒന്നും ചേർക്കാതെ പരിശുദ്ധാത്മാവ് എന്തെന്നെ പഠിപ്പിക്കുന്നു അത് ദേശത്തോട് പച്ചയായി വിളിച്ചു പറയാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്നു. ചേർന്നൊരു ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കണ്ണൂർ ഭരണശ്ശേരി ആശ്രമത്തിലായിരിക്കുമ്പോഴാണ് ഞാൻ ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വരുന്നത്. അവിടെ പുതിയ തീരുമെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഞങ്ങൾ പള്ളിയിലായിരുന്നപ്പോൾ കരിസ്മാറ്റിക് ധ്യാനം നടത്തിയിട്ടുള്ള കത്തോലിക്ക ഒരു പുരോഹിതനായിരുന്ന ആലപ്പുഴ രൂപതയിലെ ഒരു അച്ഛൻ റാഫി എന്ന് പറയുന്ന അദ്ദേഹം പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നു. ആലപ്പുഴ ബൈബിൾ കൺവെൻഷൻ നടത്തുമ്പോൾ അന്ന് ഞാൻ ഗിറ്റാർ വായിക്കുമായിരുന്നു, കൊയറിലുണ്ടായിരുന്നു. റാഫി അച്ഛന് പാട്ടുകൾ എഴുതി പാടുകയൊക്കെ ചെയ്യുമായിരുന്നു, ഓർഗനും വായിക്കും. അപ്പോൾ അദ്ദേഹം ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നെന്ന് ഞാൻ അറിഞ്ഞു. എങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ആ പഴയ പരിചയം ഒന്ന് പുതുക്കാൻ പോയതാണ്, അച്ഛനെ ഒന്ന് കാണാൻ പോയതാണ്. ഈ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ലെന്ന് പറയുന്ന പോലെ സ്തോത്രം. എനിക്കറിയാം ഇദ്ദേഹം പാസ്റ്ററാണത്. ഞാൻ ആ സമയത്തും കണ്ണൂരിലുള്ള പള്ളികളിൽ പെന്തക്കോസ്തക്കാരെ ഉപദ്രവിച്ച് നടക്കുന്ന സമയമാണ്. അപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടെന്ന് അറിയി ഞാൻ പോയി അച്ഛനെ കാണുമ്പോഴൊക്കെ അച്ഛൻ ബൈബിളിൽ നിന്ന് എന്നോട് സംസാരിക്കണം. അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഈ 2000 അച്ഛനെ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് കർത്താവ് വിളിക്കുകയാണ്. അതുകൊണ്ട് പെന്തക്കോസ്ത് മക്കളെ ഉപദ്രവിക്കുന്ന പരിപാടി നിർത്തിയിട്ട് അച്ഛൻ സ്നാനപ്പെടണം. ഇത് മാത്രം പിശാച് ചെയ്യിക്കത്തില്ല. ഹല്ലേലൂയ പറഞ്ഞ, സ്തോത്രം പറഞ്ഞ, പക്ഷെ സ്നാനപ്പെടരുത്. കാരണം സ്നാനത്തിന്റെ അർത്ഥം ക്രിസ്ത്യാനിക്ക് അറിയില്ലെങ്കിലും പിശാചിനറിയാം. സ്നാനത്തിലൂടെ പിശാചിന്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് ക്രിസ്തുവിനോട് ചേരുമെന്ന് ദുരാത്മ ശക്തിക്കറിയാം. ശിശുസ്നാനമല്ല, വിശ്വാസ സ്നാനം. ഞാൻ റാഫിയോട് പറഞ്ഞു, അച്ഛാ നമ്മൾ ശിശുവാണെന്ന് സ്നാനപ്പെട്ടില്ല, ഇനി സ്നാനത്തിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മൾ ബൈബിളൊക്കെ ബൈബിൾ പ്രഘോഷണമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ദൈവവചനത്തിൻ്റെ ആഴമൊന്നും നമുക്കറിയത്തില്ല. ഇന്നച്ഛാ എനിക്ക് ഈ സത്യം അറിയാം, ഈ സത്യം അച്ഛനും അറിയണം. ഞങ്ങൾ പഠിക്കുന്നത് 14 വർഷമാണ്. ഈ 14 വർഷത്തിൽ പുതിയ നിയമവും പഴയ നിയമവും പഠിക്കും, നല്ല തറവായിട്ട് പഠിക്കും. പക്ഷെ പഠിക്കുന്നത് ബുദ്ധി കൊണ്ടാണെന്ന് മാത്രം. ബൈബിള് പഠിക്കേണ്ടത് നിന്റെ തലച്ചോറിലെ തലമണ്ടയിലിരിക്കുന്ന മണ്ണാങ്കട്ട കൊണ്ടല്ല. ഇവിടെ ഒരു കാര്യം കർത്താവ് തന്നിട്ടുണ്ട്. ഹൃദയം, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ആത്മാവിലാണ്. വചനം എഴുതിയത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. 40 വ്യക്തികളെ എടുത്തെങ്കിലും ബൈബിൾ എഴുതി തന്നത് ഒരു സഭയുമല്ല, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ആ പരിശുദ്ധാത്മാവ് ദൈവം വചനം വ്യാഖ്യാനിക്കുമ്പോഴാണ് ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നത്. മനുഷ്യബുദ്ധിയിൽ വ്യാഖ്യാനിച്ചാൽ തൊലിപ്പുറത്ത് പോലും കുത്തുകൊള്ളുകയില്ല. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. അങ്ങനെ അച്ഛനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞുകൊണ്ട് അച്ഛൻ സ്നാനപ്പെടേണ്ട, ദൈവാത്മാവ് സംസാരിച്ചാൽ മാത്രം സ്നാനപ്പെട്ടാൽ മതി. അപ്പോൾ ദൈവാത്മാവ് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് തർക്കശാസ്ത്രവും മനഃശാസ്ത്രവും ഒക്കെ പഠിക്കുന്നത് കൊണ്ട് ദർശനത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന മനസ്സിൻ്റെ ഒരു വിഭ്രാന്തിയായിട്ട്. എന്നാൽ ഈ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ബാംഗ്ലൂരിലുള്ള അദ്ദേഹം ചേർന്ന് എന്ന ആ കൂട്ടായ്മയുടെ സെൻറ്ററിൽ 1 മാസത്തെ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോയി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന ദർശനമെന്ന് പറയുന്നത് യോർദാൻ നദിയിൽ സ്നാനപ്പെടുന്ന കർത്താവിനെയാണ് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു തന്നത്. അതോടുകൂടി എൻ്റെ മൂടുപടം അങ്ങ് മാറുകയാണ്. ഞാൻ അച്ഛനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. എവിടെയാണോ പിശാച് അച്ഛനെ കെട്ടിയിട്ടിരിക്കുന്നത് അവിടുത്തെ ബന്ധനം കർത്താവ് അഴിക്കുകയാണ്. അച്ഛൻ ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞു, ആശ്രമത്തിൽ വന്നു. ആശ്രമത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ അച്ഛൻ കണ്ണൂരിലുള്ള ഒരു കണ്ണുനീർ പുഴയിൽ, ചെളി വെള്ളത്തിലല്ല, കലക്ക വെള്ളത്തിലല്ല, നല്ല ആയുസിൻ്റെ അനുഭവത്തിലുള്ള നല്ല കണ്ണീർ വെള്ളത്തിൽ ഈ ദൈവദാസനെ സ്നാനപ്പെടുത്തി. ഞാൻ സ്നാനം സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ ഉപദ്രവിച്ച പെന്തക്കോസ് മക്കൾ സാക്ഷികളായിട്ട് പുഴക്കരികിലുണ്ടായിരുന്നു. അന്നൊരു ഫോട്ടോ കൂടി എടുത്തിരുന്നു. ഈ ദൈവദാസനിലൂടെ
ഈ പ്രിയ അച്ഛനിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചെന്താണെന്നറിയാവോ? ക്രിസ്തു മതത്തിലെ തെറ്റും ദൈവവചനത്തിലെ സത്യമാണ്. ചേർന്ന രാമയം പറയാ. എന്താണ് ക്രിസ്തു മതത്തിലെ തെറ്റ്? ക്രിസ്തു സ്ഥാപകൻ യേശു ക്രിസ്തു അല്ല, അത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. ക്രിസ്തു വന്നത് മതം സ്ഥാപിക്കാനല്ല, നമ്മുടെ കർത്താവ് വന്നത് ബന്ധം സ്ഥാപിക്കാനാ. മനുഷ്യനും ദൈവവുമായി മുറിഞ്ഞുപോയ ബന്ധത്തെ വിളക്കി ചേർക്കാനാണ് കർത്താവ് യേശു ക്രിസ്തു വന്നത്. ചേർന്നൊരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ക്രിസ്തു മതത്തിലെ തെറ്റെന്ന് പറയുന്നത് അപ്പൻ്റെ അപ്പൻ, അമ്പുപ്പൻ, അമ്മയുടെ അമ്മ, മുതുമുത്തച്ചി എന്ത് ചെയ്ത എന്ത് പറഞ്ഞോ അതേ ചെയ്യൂ. ഈ പറയുന്നതും ചെയ്യുന്നത് ഈ പുസ്തകത്തിലുണ്ടെന്ന് നോക്കില്ല. ഈ പുസ്തകത്തിലേക്ക് തിരിയുമ്പോഴാണ് മൂടുപടം മാറുന്നത്. അങ്ങനെ ഈ അച്ഛനിലൂടെയാണ് പരിശുദ്ധാത്മാവ് വചനവിരുദ്ധമായ ആചാരങ്ങൾ എന്നെ കാണിച്ചു തരുന്നത്. നമുക്കൊക്കെ ബുദ്ധി കൊണ്ട് പഠിക്കാം. പാരമ്പര്യമായി എന്താണോ പഠിച്ചത് അത് നമ്മൾ ആവർത്തിക്കും. പക്ഷെ ഈ പഠിച്ചതും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഈ പുസ്തകത്തിലുണ്ടോന്ന് നോക്കണം. ആചാരങ്ങളല്ല വേണ്ടത്, അനുഷ്ഠാനങ്ങളുമല്ല വേണ്ടത്, പാരമ്പര്യമല്ല വേണ്ടത്, ദൈവവചനമാണ് വേണ്ടത്. ചേർന്നൊരു ഹല്ലേലൂയ പറ. ഈ വചനത്തിലെ സത്യമാണ് പരിശുദ്ധാത്മാവ് ദൈവദാസനിലൂടെ എന്നെ പഠിപ്പിച്ചത്. അങ്ങനെ ഈ തിരുവചന സത്യം ദേശത്തോട് വിളിച്ചു പറയുവാൻ ഞാൻ എൻ്റെ ഹൃദയം കർത്താവിനായി കൊടുത്തു. അങ്ങനെ അച്ഛൻ മുഖാന്തരം ഞാൻ സ്നാനപ്പെട്ടു. അന്നെടുത്ത് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ അപ്പോൾ എനിക്ക് രണ്ട് കമ്മിറ്റ്മെൻറ്റ് തീർക്കാണ്ടായിരുന്നു. ഒന്ന്, ധ്യാനഗുരു എന്ന നിലയിൽ കണക്ക് കൊടുക്കണം. കണക്ക് കൊടുക്കാതെ പോയാൽ അവർ പറയും ഞാൻ പണം അടിച്ചിട്ട് പോയെന്ന് പറയും. കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചില്ല. രണ്ടാമത്, ഞാൻ ഏറ്റവും അവസാനമായിട്ട് ധ്യാനിപ്പിച്ചത് ചങ്ങനാശ്ശേരി രൂപതയിലെ 3000 കാറ്റക്കിസം സ്റ്റുഡൻസിനെ. ഈ പ്രോഗ്രാം തീരാൻ ഞാൻ കാത്തു. ധ്യാനത്തിനായി കത്തീഡ്രൽ പള്ളി വന്നു. അപ്പോൾ ഒരു ദിവസത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ അന്ന് ആശ്രമത്തിലായിരുന്ന സുപ്പീരിയർ ജോസഫ് ടിക്രൂസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ക്രിസ്മനിച്ച, നമ്മുടെ ആശ്രമത്തിന് ചുറ്റുമുള്ള കത്തോലിക്കർ ഇവിടെ വന്ന് ഭയങ്കര ബഹളോട് തന്നെ കൈ കിട്ടിയാൽ അടിക്കുമെന്നും പറഞ്ഞു. അവരുടെ കയ്യിൽ ഒരു പെന്തക്കോസ് മാഗസിനിൽ ഇരിക്കുന്നു, അതിൻ്റെ അകത്ത് അച്ഛനൊരു പുഴയിൽ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങുന്ന ഒരു ഫോട്ടോ. ഇതെന്താ പരിപാടിയെന്ന് ചോദിച്ചു. ഞാൻ പരമ രഹസ്യമായി വെച്ചത് പരമ പരസ്യമായി. നിങ്ങൾ പിശാചിനെ കണ്ടിട്ടുണ്ടോ? പിശാചിനെ കണ്ടിട്ടുണ്ടോ? പുത്തമ്പേലിക്കരക്കാർ പിശാചിനെ 2024 കാണാൻ കഴിഞ്ഞില്ല. 25 വന്ന്, സ്തോത്രം. നമ്മളെല്ലാം നമ്മുടെ ഷേപ്പ് മാറ്റിക്കളഞ്ഞത് അവനാണ്. അവനെ ഒന്ന് കാണണ്ടേ, കൺകുളിർക്കെ കാണണ്ടേ. ഈ പിശാചിനെ കാണാനായിട്ട് ഇനി സിമിത്തേരിയിലെങ്കിലും പോകണ്ടേ. ഇനി ഒരു പുതിയ പിശാച് ഉണ്ടാകത്തില്ല. ഇത് ഉള്ളത് തന്നെ കൂടുതലാണ്. പിശാചിനെ കാണണ്ടേ, കാണിച്ചു തരാം. ഒന്ന്, സന്തോഷത്തോടെ പരസ്പരം ഒന്ന് നോക്കിയാൽ മതി. ഒന്ന് മുഖത്തോട് മുഖം നോക്കിയാൽ മതി. പിശാചെന്ന് പറയുന്നത് ഈ പ്രത്യേക ഒരു വേഷത്തിൽ വരുന്നതല്ല, പച്ച മനുഷ്യന്റെ രൂപത്തിൽ വരും. എപ്പോ വരുമെന്നറിയാവോ? വീട്ടിലിരിക്കുന്ന ബൈബിൾ അനുസരിച്ച് മർക്കോസ് 16 പ്രകാരം ഒന്ന് സ്നാനപ്പെട്ട് നോക്കും. ഉണ്ണനാം വിടമാട്ടെ എന്നും പറഞ്ഞൊരു വരവുണ്ട്. അപ്പൻ്റെ രൂപത്തിൽ, അമ്മയുടെ രൂപത്തിൽ, അളിയൻ്റെ രൂപത്തിൽ, ഗൾഫിലിരിക്കുന്ന പാപ്പച്ചൻ്റെ രൂപത്തിൽ, നാത്തൂൻസിൻ്റെ രൂപത്തിൽ, നാട്ടിലെ പ്രമാണികളുടെ രൂപത്തിൽ നിന്നെ വന്ന് അത് സംഭവിക്കുമെന്ന് കർത്താവ് പ്രവചിച്ചിട്ടുണ്ട്. അതെവിടെയാണ്? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ച്. യോഹന്നാൻ 15:16. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയാകൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഓർക്കേണ്ടതിന് ഇത് നിങ്ങൾ സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. BOC ബൈബിളിൽ എഴുതിയിരിക്കുന്ന അവർ നിങ്ങളെ സിനഗോഗിൽ നിന്ന് പുറത്താക്കും. എപ്പോഴാണ് ഒരുത്തിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നത്? വെള്ളമടിച്ച് കാണാൻ കിടന്ന് പട്ടി വായിട്ട് മൂത്രം ഒഴിക്കുമ്പം അവൻ പാടുന്ന ഒരു പാട്ടുണ്ട്, പെയ്യട്ടെ ഇടിയും പറ്റി പോയേട്ട. പട്ടി വായിട്ട് മൂത്രം ഒഴിക്കുമ്പോൾ ഇവന്റെ വിചാരം ഇടിവെട്ടി മഴയും പെയ്യുന്ന ആ അവസ്ഥ എന്താ? അവൻ കരകയറി. കർത്താവ് അവനെ കണ്ടു. അത്തരത്തിൽ ചെളിയിൽ കിടന്ന അവൻ്റെ കയ്യിൽ ഈ പുസ്തകം പിടിപ്പിച്ചു കർത്താവ്. അവിടുന്ന് എണീറ്റ് അവനും അവൻ്റെ കുടുംബവും ജീവനുള്ള ദൈവത്തെ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വെള്ളപ്പൊക്കവും കാറ്റുമുതൽ. സ്തോത്രം.
ആ ഒരവസ്ഥയിൽ നിന്ന് അവനെ വിടുവിച്ചു. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു പെന്തക്കോസ്ത് അനുഭവത്തിൽ നിന്ന് പള്ളിയിൽ വിളിച്ചു പറയാം, എന്നെ കുടുംബക്കാരെ നമ്മൾ വിലക്കിയിരിക്കുന്നു. അത് ചെയ്യുന്നതിൻ്റെ കാരണം കർത്താവ് പറയുന്നുണ്ട്. നിങ്ങളെ കൊല്ലാൻ വരെ വരും കർത്താവിന് ബലി, ദൈവത്തിന് വഴിപാട് കഴിക്കുന്നത് ധാരണയിൽ. അവരങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്നെയും എൻ്റെ പിതാവിനെയും അറിയായ കൊണ്ടാണ്. നോക്കണം, കർത്താവ് പറഞ്ഞേ. അപ്പൊ ഇത് നിന്റെ സഹോദരനും നിന്റെ അമ്മയും നിന്റെ ബന്ധുമിത്രാദികളും ഈ പുസ്തകം എടുത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിച്ചത് കൊണ്ടല്ലേ പള്ളിയിൽ നിന്ന് പുറത്താക്കിയത്. വേറെ എന്തെങ്കിലും ചെയ്താൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുവോ? ആ ഒരു പ്രവൃത്തി ഇന്നും നടക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നെയും എൻ്റെ പിതാവിനെയും അറിയാതെ കൊണ്ടാണ് അവർ നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ വിവരണമാണ് എവിടെ നിന്ന് വേണം? അങ്ങനെയെങ്കിൽ നമ്മളെല്ലാം ഒരുമിച്ചിരുന്ന് ചിന്തിക്കേണ്ട സമയമായി. ആരെയാണ് പുറത്താക്കേണ്ടത്? ഈ വചനം അനുസരിക്കുന്നവനെ അല്ല, അതനുസരിക്കാൻ പുറകോട്ട് വലിച്ചിഴക്കുന്ന ദുഷ്ടാത്മ ശക്തിയാണ്. ഒന്ന് കരങ്ങളടിച്ചിട്ട് കർത്താവിന് മഹത്വം കൊടുത്തേ. ആ ബന്ധനം അഴിഞ്ഞു മാറട്ടെ, ആ ഭയം മനുഷ്യഭയം വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറയാം. സ്തോത്രം. ഈ സഹോദരങ്ങൾ, ഞാൻ ധ്യാനം കഴിഞ്ഞ് രാത്രി ആസ്വദിച്ചെന്ന് ഞാൻ ചെന്ന് എൻ്റെ മേലധികാരികൾ ഒരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി. കപ്പുച്ചിൻ സഭ ഇത്ര നാൾ എന്നെ വളർത്തി വലുതാക്കി എനിക്ക് നൽകിയ നന്മകൾക്കും പഠനത്തിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ ഞാൻ നന്ദിയുള്ളവനാണ്. ഇന്നു മുതൽ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് പോവുകയാണ്, എന്നെ അനുഗ്രഹിച്ച് അയക്കണമേ എന്നും പറഞ്ഞ ഒരു റെസിഗ്നേഷൻ ലെറ്ററാണ്. അച്ഛൻ്റെ മറുപടിക്കാൻ ഞാൻ കാത്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ക്രിസ്ത്യൻ, അച്ഛൻ്റെ ലെറ്റർ കിട്ടി, ഞാനത് വായിച്ചു. അച്ഛൻ സ്നാനപ്പെട്ട ബെന്തക്കോസ് മാർഗത്തിൽ അങ്ങ് പോയെന്നൊക്കെ കേട്ടു. അച്ഛനെങ്ങും പോകണ്ട, സ്നാനപ്പെട്ടൊന്നും പ്രശ്നമല്ല, അച്ഛൻ സഭ വിട്ട് പോകണ്ട. അടുത്ത ചോദ്യം ചോദിച്ചത്, അച്ഛൻ പോയാൽ എങ്ങനെ ജീവിക്കും? ആ കപ്പൂച്ചൻ്റെ അച്ഛന്മാരുടെ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു കാപ്പി പിടിച്ച് അച്ഛൻ യൂട്യൂബിൽ കറങ്ങുന്നില്ലേ, ജോസഫ് പുത്തമ്പുരക്കൽ, എൻ്റെ ജൂനിയറാണ്, 2 വർഷം. സ്തോത്രം. അതുപോലൊരു ഡ്രസ്സായിരുന്നു. ആ ഡ്രസ്സിൻ്റെ പ്രത്യേകത, ഇങ്ങനെ 2 സൈഡിൽ നീളമുള്ള പോക്കറ്റുണ്ട്. പോക്കറ്റിൽ നീളമില്ലാതെ വേറെ അതിൻ്റെ അകത്ത് ആരുമില്ല. അപ്പോൾ കാരണം വ്യക്തിപരമായ സമ്പാദ്യമൊന്നുമില്ല. പക്ഷേ ഇടവക വൈദികരെ സംബന്ധിച്ചില്ല, അവർക്ക് എന്തെങ്കിലുമൊക്കെ സംതിങ് കാണും. അപ്പോൾ പോകാൻ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ പോകുന്നത് ഒരു മനുഷ്യൻ്റെ വേലക്കായിട്ടല്ല, ഞാൻ പോകുന്നത് ജീവനുള്ള ദൈവമായ കർത്താവിൻ്റെ വേലക്കായിട്ടാണ്. ഏലിയാവിനെ പോറ്റിയത് ജീവനുള്ള ദൈവമാണ്. ഏലിയാവിനെ പോറ്റിയത് കാക്കയെ വിട്ടാണെങ്കിൽ ആ ദൈവം എന്നെ പോറ്റിക്കൊള്ളും. സ്തോത്രം. അച്ഛൻ എന്നോട് പറഞ്ഞു, എടോ ബൈബിൾ പറയണ എളുപ്പമായിരിക്കും, പക്ഷേ ഇറങ്ങി പൊള്ളുമ്പോൾ താൻ പഠിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, എനിക്ക് ഈ സത്യം ദേശത്തോട് വിളിച്ചു പറയണം. അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു, അതിന് കാരണക്കാരാ പുരോഹിത നീയല്ലയോ? ഈ സത്യം വിളിച്ചു പറയേണ്ടത് പള്ളിയിൽ അച്ഛനാണ്. കാരണം അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു. അജ്ഞത മാറാൻ സ്കൂളും കോളേജും നടത്തുന്നതല്ല, അതും നടത്തിക്കോ. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ ബൈബിൾ ആയിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച് ജനത്തിന് വിളമ്പിയാൽ മാത്രമേ ജനത്തിന്റെ മൂടുപടം മാറുകയുള്ളൂ. അജ്ഞത മാറി അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയുള്ളൂ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെല്ലാം, ബാക്കി പറ, തീപ്പൊയ്കയിൽ തള്ളപ്പെടുമെന്നാണ്. ഈ തീപ്പൊയ്കയിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾ രക്ഷിക്കുവോ? ഒരുവന് മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ, ഈ ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തുവിന്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ആശ്രമത്തിൽ വന്നെന്നറിഞ്ഞ്, അയ്യോ, ഈ ആൾക്കാർ അവരുടെ കൂടെ നിന്ന് ഈ പെന്തക്കോസ്തക്കാരെ കീറിയവനായാൽ എൻ്റെ പേരിൻ്റെ മുമ്പിൽ ഒരു പുതിയ പേര്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഒത്തിരി മായും പൂവൊക്കെ ഇട്ടൊരു പ്രത്യേക പേര്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു എൻ്റെ സ്നാനം ഒറിജിനലായിട്ട് ഇപ്പോഴാണ് നടന്നതെന്ന്. ഈ സ്നാനപ്പെടുമ്പോഴാണല്ലോ പുതിയ പേര് വരുന്നത്, അല്ലേ? സ്തോത്രം. ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ വചനം അനുസരിച്ചത്. അപ്പം അവർ പറയണേ, പള്ളി വന്നപ്പോൾ എന്തുകൊണ്ട് ഈ സത്യം അവിടെ പറഞ്ഞില്ല? ഞാൻ പറഞ്ഞു, അന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, അച്ഛൻ പള്ളി വിട്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു, അവിടെ നിന്നുകൊണ്ട് ഇത് വിളിച്ചു പറയാമെന്ന്. എൻ്റെ പൊന്നു മക്കളെ, ഒരു ദിവസം പറയും, 2-ാം ദിവസം എന്നെയും കെട്ടും, എൻ്റെ വായും കെട്ടും. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി.
ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ നിന്ന് ഈ സത്യം പറയാൻ പറ്റുള്ളൂ. സ്തോത്രം. എത്ര വലിയ അഭിഷിക്തനാണെങ്കിലും അവസാനം വന്ന് നിൽക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അവിടെ നിന്നില്ലെങ്കിൽ നിന്നെ നിർത്തും. അതാണ് ദുരാത്മശക്തിയുടെ പ്രത്യേകത. സ്തോത്രം. അങ്ങനെ വിശുദ്ധ പൗലോസിനെ പോലെ സകല ചപ്പും ചവറുമായി എണ്ണി നേരെ ഞാൻ ചെല്ലുന്നത് ഇനി എൻ്റെ വീട്ടിലേക്കാണ്. ഇനിയാണ് കുരിശ്. കുരിശിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വലിയ ആഴ്ചയിൽ, പള്ളിയിൽ വലിയ ആഴ്ചയിൽ പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് വലിയ ആഴ്ചയാണ്. മാർച്ചിൽ തുടങ്ങുമല്ലോ. 5-6 ദിവസത്തെ ധ്യാനമായിരിക്കും. അതിൽ ദുഃഖവെള്ളിയാഴ്ച സമയത്ത് ഞാൻ ഏതെങ്കിലും ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കുന്ന സമയമാണെങ്കിൽ അന്ന് കുരിശിൻ്റെ വഴിയിൽ നടത്താനായി പള്ളിയിലെ വലിയ മരക്കുരിശു എടുത്തുകൊണ്ട് ധ്യാനഗുരു പ്രദക്ഷിണത്തിൻ്റെ മുമ്പിലുണ്ടാകും. അങ്ങനെ പല പള്ളികളിൽ ഞാൻ കുരിശിൻ്റെ വഴി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് റിയൽ ക്രോസ്, യഥാർത്ഥത്തിലുള്ള കുരിശെന്തെന്ന് ഞാൻ അറിഞ്ഞത് ഈ പുസ്തകത്തിന്, എൻ്റെ കർത്താവിന് ഞാൻ എൻ്റെ ജീവനെ കൊടുത്തപ്പോഴാണ്. സ്തോത്രം. മരണം, കുരിശെന്ന് പറയുന്നത് മരക്കുരിശല്ല, മരണമാണ്. ടേക്ക് അപ്പ് യുവർ ക്രോസ് എന്ന് പറയുന്നത് ഒരു ഡെയിലി ഡൈയിങ് ഉണ്ട്, ഒരു ദിവസം മരണമുണ്ട്, സുവിശേഷത്തെ പ്രതി ഒരു പീഡനമുണ്ട്. അത് ഈ പുസ്തകം അനുസരിക്കുമ്പോഴേ വരികയുള്ളൂ. കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. സ്തോത്രം. ഞാനത് അനുഭവിച്ചത് എൻ്റെ ഭവനത്തിൽ നിന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ സാക്ഷ്യം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇനിയൊരു, ഞാൻ നിങ്ങൾ യൂട്യൂബിൽ നോക്കുമോ? അവിടെ നിന്ന് കേട്ടോ. നമുക്കിനി അല്പം സ്വർഗീയമനയിക്കുക. ഞാൻ കൊടുക്കേണ്ടി വന്ന വേല കർത്താവിന് വേണ്ടി, ഞാൻ കൊടുക്കേണ്ടി വന്ന വേല എൻ്റെ കുടുംബക്കാരെന്നെ നിരാകരിച്ചു, എൻ്റെ കുടുംബത്തെ എന്നെ ഇറക്കി, എന്നെ സ്നേഹിച്ചിരുന്ന എല്ലാം എന്നെ ഉപേക്ഷിച്ചു. പക്ഷേ എൻ്റെ കർത്താവ് മാത്രം എന്നെ ഉപേക്ഷിച്ചില്ല. അനാഥനായി നിന്നെ ഞാൻ വിടത്തില്ല. വിളിച്ചവൻ വിശ്വസ്തനാണ്. അമ്മ മറന്നാലും അപ്പം മറന്നാലും സഹോദരങ്ങളെ പറഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് ഇറക്കിയാലും ദേശത്ത് നിന്ന് മുടക്കിയാൽ നിന്നെ മാനിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് കർത്താവായി യേശു. ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറയാ.